Hi everyone, welcome to my classroom. Now we are going to discuss about process costing. First of all, what is the introduction about the process costing? Process costing is one of the important method of costing. Okay. Then what is the process costing? It is a method of costing which is used to ascertain the cost at each stage of production. Then about the definition. According to Kohler, process costing is a method of costing whereby costs are charged to processes or operations are and averaged over units produced. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതിനകത്ത് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഓരോ പ്രോസസ്സിലേക്കാണ് അല്ലെങ്കിൽ ഓപ്പറേഷനിലേക്കാണ്. അതുപോലെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഒരു ആവറേജ് ബേസിൽ ഓരോ യൂണിറ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും നമ്മൾ പ്രോസസ് അക്കൗണ്ടിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോസസ് അക്കൗണ്ടിങ്ങിന് അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നുകൂടെ വിളിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രോസസ് അക്കൗണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഹൊമോജീനിയസ് ഒരേ നേച്ചറിലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണിത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾസ്, അതായത് ഏതൊക്കെ ടൈപ്പ് ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്? ഓയിൽ റിഫൈനറി, ദെൻ റബ്ബർ ഇൻഡസ്ട്രി, ദെൻ സോപ്പ് ഫാക്ടറി, നെക്സ്റ്റ് പേപ്പർ മിൽ, ഷുഗർ ഇൻഡസ്ട്രി. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? ദി പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് കോസ്റ്റ് ആർ ട്രാൻസ്ഫർ ഫ്രം വൺ പ്രോസസ് ടു അനദർ. കണ്ടിന്യൂസ് പ്രൊഡക്ഷനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്തരം നേച്ചറിലുള്ള ഓപ്പറേഷനിലാണ് ഇത് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? ഫൈൻഡിങ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ചെയ്യുന്നത്. ആൻഡ് ദി കോസ്റ്റ് ആർ ട്രാൻസ്ഫർ ഫ്രം വൺ പ്രോസസ് ടു അനദർ. ഓരോ സെപ്പറേറ്റ് പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓരോ പ്രോസസ്സിൻ്റെ കോസ്റ്റും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രൊഡക്ഷൻ ഈസ് ഹോമോജീനിയസ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്. പ്രൊഡക്ഷൻ ഒരേ നേച്ചറിലുള്ള പ്രോഡക്റ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ആയിരിക്കും, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. ദി ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് അനദർ പ്രോസസ്. പ്രോസസ് 1, 2, 3 ദറ്റ് മീൻസ് അല്ലെങ്കിൽ പ്രോസസ് A-B-C ഇങ്ങനെയുള്ള പ്രോസസ്സിൽ ഒരു പ്രോസസ്സിൽ നിന്നുള്ള കോസ്റ്റ് നമ്മൾ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം ഒരു പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിൽ ഇൻപുട്ടാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് തേർഡ് പ്രോസസ്സിൽ സെക്കൻഡ് പ്രോസസ്സിലെ ഔട്ട്പുട്ടാണ് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രോസസ്സിലെ ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ അതായിരിക്കും ഇൻപുട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. ലാസ്റ്റ് പ്രോസസ്സിൽ ഔട്ട്പുട്ട് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കോസ്റ്റ് ആർ കളക്റ്റഡ് പ്രോസസ് വൈസ് ആയിട്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്? കോസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഇൻ ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിലും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഈസ് എ സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗൂഡ്സ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇക്വലൻ്റ് യൂണിറ്റ്സ്. സെമി ഫിനിഷ്ഡ് ഗൂഡ്സ് ഉണ്ടെങ്കിൽ അത് ഇക്വലൻ്റ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി total cost of each process is divided by the normal output of that process to find out the cost per unit of that process. ഓരോ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അതിൽ ആ ഔട്ട്പുട്ടിന് എത്ര കോസ്റ്റ് വന്നു എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റിനും ഓരോ പ്രോഡക്റ്റിനും എത്ര കോസ്റ്റാണ് ആ പർട്ടിക്കുലർ പ്രോസസ്സിൽ വന്നെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിൽ ഇൻകർ ചെയ്തിട്ടുള്ളത് ഇനി നെറ്റ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ആണോ ആ പെർട്ടിക്കുലർ പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ദറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് പ്രോസസ്സ്. ആ പ്രോസസ്സിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എത്രയാണോ ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂണിറ്റിന് എത്ര രൂപ കോസ്റ്റ് വന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കും. ഇത്രയാണ് ഫീച്ചേഴ്സിൽ പറയുന്നത്. ഫ്ലോ ഓഫ് കോസ്റ്റ് ഇൻ പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്ന ഫ്ലോ ഓഫ് കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഓരോ പ്രോസസ്സിൽ, അതായത് ഫസ്റ്റ് പ്രോസസ്സ് നമ്പർ 1ലേക്ക് ഇൻപുട്ട് ചെയ്യും, റോ മെറ്റീരിയൽ കൊണ്ടുവരും, അത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രോസസ്സ് 1ൽ ഔട്ട്പുട്ട് ഉണ്ടാവും. പ്രോസസ്സ് 1ൽ ഔട്ട്പുട്ട് പ്രോസസ്സ് 2ൽ ഇൻപുട്ട് റോ മെറ്റീരിയൽ ആയിരിക്കും. അതുപോലെ അതേ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഇൻപുട്ട് ഉപയോഗിച്ച് പ്രോസസ്സ് 2ലെ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സ് 2ലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് അത് ഇൻപുട്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് ലാസ്റ്റ് പ്രോസസ്സ് ആണെങ്കിൽ ആ ഔട്ട്പുട്ട് എന്തായി മാറും? ലാസ്റ്റ് പ്രോസസ്സ് ആണെങ്കിൽ അത് ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് മാറും. ഇതുപോലെ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ കോസ്റ്റും ട്രാൻസ്ഫർ ചെയ്യും. ഓരോ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ കോസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് മീൻസ് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, അതർ കോസ്റ്റിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ്, മറ്റെന്തെങ്കിലും കോസ്റ്റുകളുണ്ടെങ്കിൽ അതെല്ലാം ചേർത്തതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് 1ൽ വന്ന എല്ലാ കോസ്റ്റും പ്രോസസ്സ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രോസസ്സ് 2ൽ ഓൾറെഡി ഈ ട്രാൻസ്ഫർ ചെയ്ത് വന്ന കോസ്റ്റിന് പുറമെ അവിടെ അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കും. ദെൻ ഈ പ്രോസസ്സ് 2ലെ കംപ്ലീറ്റ് കോസ്റ്റ് പ്രോസസ്സ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രോസസ്സ് 3ൽ അഡീഷണൽ ആയിട്ട് ലേബറോ അതുപോലെ മെറ്റീരിയലോ ഓവർഹെഡോ വന്നിട്ടുണ്ടെങ്കിൽ അതും എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് പ്രോസസ്സ് 3ലെ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ആവുന്ന പോലെ തന്നെ കോസ്റ്റും ട്രാൻസ്ഫർ ആവും ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. സെപ്പറേറ്റ് അക്കൗണ്ട്, ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓരോ അക്കൗണ്ടിലും 2 സൈഡിൽ പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും, പുറമെ 2 വീതം കോളം അഡീഷണൽ ആയിട്ടുണ്ടാവും. യൂണിറ്റ്സ് ക്വാണ്ടിറ്റി ഫോമിൽ എൻ്റർ ചെയ്യാനും അതുപോലെ എമൗണ്ട് എൻ്റർ ചെയ്യാനും ഒരു കോളം. അങ്ങനെ 3 പെർട്ടിക്കുലേഴ്സ് കോളത്തിന് പുറമെ 2 സൈഡിലും 2 കോളം വീതം ഉണ്ടായിരിക്കും. ആ 2 കോളം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂണിറ്റ്സ് ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് എൻ്റർ ചെയ്യാനും അതുപോലെ എത്ര രൂപ കോസ്റ്റായി എൻ്റർ ചെയ്യാൻ ഒരു എമൗണ്ട് കോളും. ഇനി എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും. ഓരോ പ്രോസസ് അക്കൗണ്ടിലും ഓൾ ദ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്. അതുപോലെ വേസ്റ്റേജ്, സ്ക്രാപ്പ്, ബൈ പ്രോഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ദെൻ ഈ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവറി പ്രോസസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് നെറ്റ് കോസ്റ്റ് ബൈ ദി ഔട്ട്പുട്ട്. ഓരോ പ്രോസസ്സിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ദെൻ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. പ്രിപ്പറേഷൻ ഓഫ് എ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അതായത് പ്രോസസ് അക്കൗണ്ട് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ ലോസ് വരുന്നത്, അതുപോലെ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ ലോസ് വരുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് പ്രോസസ് ഗെയിൻസ് വരുന്നത്, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ പ്രോഗ്രസ്, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്, ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്, ഇത്രയൊക്കെ വരാം. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രമാണ്? ഫസ്റ്റത്തെ ആ 4 മാത്രമാണ്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്, ലോസ് ഒന്നും ഇല്ലാത്ത എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇതിൽ ഈ ഒരു കേസിൽ പ്രോസസ് അക്കൗണ്ട് ഓരോ പ്രോസസ്സിനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പയർ ചെയ്യും. ഓരോന്നിലും പ്രോസസ്സിൽ വരുന്ന കോസ്റ്റ് എല്ലാം ഡെബിറ്റ് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് എൻഡിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ പ്രോസസ് അക്കൗണ്ടിൻ്റെ ആ സ്പെസിമെൻ ഫോം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, പർട്ടിക്കുലർ കോളത്തിന് പുറമെ 2 സൈഡിലും യൂണിറ്റ് കോളം എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. ജനറലി വരുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് അതർ എക്സ്പെൻസസ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ ഇത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ആയതുകൊണ്ട് സ്ക്രാപ്പ്, വേസ്റ്റേജ്, ലോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഈ ടോട്ടൽ കോസ്റ്റ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കുക. ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട് യൂണിറ്റ്സിൽ എത്ര യൂണിറ്റ് ആണോ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് കാണിക്കുക. അതിൽ എത്ര കോസ്റ്റ് വന്നു എന്നുള്ളതും കാണിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം.